മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി പദത്തിനായുള്ള കടുംപിടുത്തം അവസാനിപ്പിച്ച ഏക്നാഥ് ഷിൻഡെ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന്റെ ഏത് തീരുമാനത്തെയും അംഗീകരിക്കുമെന്ന് ഏക്നാഥ് ഷിൻഡെ വ്യക്തമാക്കി. ഇതോടെ ദേവേന്ദ്ര ഫട്നാവിസിന്റെ പേര് നാളെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രഖ്യാപിച്ചേക്കും. മഹാരാഷ്ട്രയിലെ അടുത്ത മുഖ്യമന്ത്രി ആരെന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു ഏക്നാഥ് ഷിൻഡെയുടെ വാർത്താ സമ്മേളനം. നരേന്ദ്രമോദിയുമായി ഇന്നലെ സംസാരിച്ചു. മുന്നണിയിൽ താനൊരു തടസ്സമാവില്ലെന്നും മോദിയും അമിത്ഷായും എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കുമെന്നും ഷിൻഡെ പറയുന്നു. आदरणीय मोदी जी को फोन करके कहा है, ये मैंने कहा है. अभी लास्ट का बता रहा हूँ, इसके बाद कोई सवाल जवाब. तो मैंने कहा है जो निर्णय लेना है आप लीजिए. एकनाथ शिंदे आपके साथ है, शिवसेना पूरी आपके साथ. നാളെ ഫട്നാവിസ്, ഏക്നാഥ് ഷിൻഡെ, അജിത് പവാർ എന്നിവർ ദില്ലിയിൽ ബി.ജെ.പി. ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തും. പിന്നാലെ ഫട്നാവിസിന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. കേന്ദ്ര മന്ത്രിസഭയിൽ ക്യാബിനറ്റ് പദവിയും സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട ചില വകുപ്പുകളും ഷിൻഡെയ്ക്ക് വാഗ്ദാനം നൽകിയെന്നാണ് വിവരം. വൻ ഭൂരിപക്ഷത്തിൽ അധികാരം നിലനിർത്തിയതിന് പിന്നാലെയുണ്ടായ തർക്കത്തിൽ ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിന് അതൃപ്തിയുണ്ടായിരുന്നു. അതേസമയം തെരഞ്ഞെടുപ്പിൽ EVM തട്ടിപ്പ് നടന്നെന്ന ആരോപണം പ്രതിപക്ഷം തുടരുകയാണ്. ഇന്നലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയ EVM ഛോഡോ അഭിയാൻ ക്യാമ്പയിൻ വരും ദിവസങ്ങളിൽ ശക്തമാക്കും. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും പ്രതിഷേധത്തിനൊരുങ്ങാൻ ഉദ്ധവ് താക്കറെ MLA-മാരോട് ആവശ്യപ്പെട്ടു. പോളിംഗ് ബൂത്തുകൾക്ക് സമീപം വൈഫൈ ഉള്ള വാഹനങ്ങൾ പോലീസ് നിർത്തിയത് സംശയകരമെന്ന് ഉദ്ധവ് വിഭാഗം നേതാവ് അംബാദാസ് ധൻവെ ആരോപിച്ചു. കോൺഗ്രസിന് പിന്നാലെ NCP ശരത് പവാർ വിഭാഗവും വിവിപാറ്റ് സ്ലിപ്പുകൾ എണ്ണാൻ തീരുമാനിച്ചു. EVM ക്രമക്കേടിനെ കുറിച്ചുള്ള തെളിവുകൾ ശേഖരിക്കാൻ ശരത് പവാർ സ്ഥാനാർത്ഥികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഓരോ നിയമസംഘങ്ങളെയും നിയോഗിക്കും. 24 മുംബൈ.